പഠിച്ചിറങ്ങി നല്ല സ്റ്റൈലും സ്ക്രബൊക്കെ ഇട്ട് ഡ്യൂട്ടിക്ക് പോകുന്നത് സ്വപ്നം കണ്ട് ചെല്ലുമ്പോഴത്തേനും മോപ്പ് എടുത്ത് കയ്യിലോട്ട് തന്നിട്ട് തറ മുഴുവൻ തുടച്ച് തുടങ്ങിക്കോ, ഇതാണ് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് അനുഭവം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? യെസ്, കാണുമായിരിക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ നഴ്സിംഗിനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ഫസ്റ്റ് ഡേയിലെ അനുഭവമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. ഞാൻ പഠിച്ചിറങ്ങി ആദ്യം കോട്ടയത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇങ്ങോട്ട് വർക്ക് ചെയ്തു തരാൻ ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. എനിവേ, വണ്ടിക്കൂലിക്കുള്ള ശമ്പളം തരാമെന്ന് പറഞ്ഞു. അന്നത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്നൊരു എക്സ്പീരിയൻസ് വേണം, അത് തന്നെ കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അവിടുന്ന് ഡൽഹിക്ക് ചെന്നപ്പോൾ കുറച്ചുകൂടെ സാലറി ബെറ്റർ ആണെന്ന് തോന്നി. അവിടുന്ന് സൗദി ചെന്നപ്പോഴും അന്ന് ഇവിടുത്തെ പൈസ നാട്ടിലെ പൈസ നോക്കുമ്പോൾ ആ പണം കൂടുതലായിരുന്നത് കൊണ്ട് തന്നെ ഒന്നും തോന്നിയില്ല. പക്ഷെ അവിടുത്തെ ആൾക്കാരുടെ നേരെ പകുതി സാലറിയാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാലങ്ങൾ പിന്നെയും കഴിഞ്ഞു. ഇവിടെ UK എത്തി, ഇപ്പൊ സെറ്റിൽഡ് ആണ്. ഇവിടെയും സ്ട്രൈക്സ് നടക്കുന്നു. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ഓൾവേസ് ദ നേഴ്സിംഗ് പ്രൊഫഷൻ അല്ലെ. ഏറ്റവും ആ സമയത്തെ കാറ്റഗറിയിലുള്ള ജോബ്സിലെ ഏറ്റവും ലോവസ്റ്റ് പെയ്ഡ് എപ്പോഴും നമ്മുടെ ജോബ് ആയതുകൊണ്ടായിരിക്കും. ഇതിലും ശമ്പളം കുറവുള്ള ജോലികളുണ്ട്. ബട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് പറയാനുള്ള ആളല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പഠിച്ച പ്രൊഫഷനെ കുറിച്ചാണ് എനിക്ക് പറയാൻ പറ്റുക. നമ്മൾ ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നതിനാണ് ഇത്രയും പൈസയുടെയൊക്കെ ആവശ്യം എന്തിനാ? പ്രത്യേകിച്ച് നാട്ടിൽ ജോലി ചെയ്യുമ്പോഴുള്ള ഒരു ചോദ്യമാണ്. 2 മരുന്ന് കൊടുക്കണം, നൈറ്റ് ഷിഫ്റ്റിന് പോയിട്ട് അവിടെ പോയി കിടന്ന് ഉറങ്ങിയിട്ട് ഇങ്ങ് പോരുമല്ലേ, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ, വീട്ടിൽ വന്നാൽ വീട്ടിലെ പരിപാടികളും ചെയ്യുന്നുണ്ട്, ഇവർക്ക് ക്ഷീണമൊന്നുമില്ല, അവിടെ നിന്ന് ഉറങ്ങിയിട്ട് വരുന്നതുകൊണ്ടായിരിക്കുമല്ലോ. ഇങ്ങനെ പ്രൊഫഷനെ വളരെ ഇപ്പോഴും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തൊരു ജോലിയായിട്ട് കണക്കാക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഇത്രയും ശമ്പളം? ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു 4-5 വർഷം ഞാൻ ആദ്യ ദിവസം എന്നോട് പറഞ്ഞ ഡയലോഗ് കേട്ടപ്പോൾ ഞാൻ ഓർത്തത്, ദൈവമേ, എൻ്റെ അച്ചാച്ചൻ എന്നെ 6.5-7 ലക്ഷം രൂപ മുടക്കി പഠിപ്പിച്ചത് ദൈവമേ ഈ തറ തുടയ്ക്കാനായിരുന്നോ? ഈ 3000 രൂപയ്ക്ക് വേണ്ടിയായിരുന്നോ ഈശോയെ ഞാൻ പഠിച്ചത്? ഒരു സൈഡിൽ ലോണ്, മറു സൈഡിൽ കടബാധ്യത. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുവിധം ഒരു 90% നേഴ്സസിന്റെയും എക്സ്പീരിയൻസ് ഇതൊക്കെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പഠിച്ചു വന്ന, എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവര് എല്ലാവരുടെയും സ്റ്റോറീസ് ഒക്കെ ഏകദേശം സിമിലർ തന്നെയാണ്. നമ്മൾ ഈ ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുത്തത് നമ്മുടെ കയ്യിലെല്ലാം തികഞ്ഞിരുന്നത് കൊണ്ടല്ലല്ലോ. നമ്മുടെ വീട് രക്ഷപ്പെടുത്താനും നമ്മുടെ കാര്യങ്ങൾ, എല്ലാവരും ജോലിക്ക് പോകുന്ന അതിന് തന്നെയാണ്. സോ വി ഡിസേർവ് എ ബെറ്റർ സാലറി അല്ലേ. ഞാനിപ്പം ഇവിടെയാണ്, സെറ്റിൽഡ് ആണ്, എങ്കിൽ പോലും നമ്മൾ എല്ലാവരും ഒരേ പ്രൊഫഷൻ പഠിച്ചിറങ്ങിയവരാണ്. നാട്ടില് ഇപ്പൊ നടക്കുന്ന സ്ട്രൈക്കിന് ശരിക്കും ദേ ഡു ഡിസേർവ് എ ബെറ്റർ സാലറി. സോ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങളെന്ന് പറയാൻ കാരണം ഞങ്ങൾ എല്ലാവരും ഒരേ ക്രൈറ്റീരിയയിൽ ഒരേ കാറ്റഗറിയിൽ പഠിച്ചിറങ്ങിയ ആളുകളാണ്. ഞങ്ങൾക്ക് ഒരു ബെറ്റർ സാലറി, അത് ന്യായമായ ഒരു ആവശ്യമാണ്. സോ ഹോപ്പ്ഫുള്ളി അത് സോർട്ട് ആവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ടാറ്റ, ബൈ ബൈ.